എടിയേ, ആ പറയടി. എനിക്ക് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുക എന്നുള്ള സ്റ്റോറി അറിയോ? അറിയാലോ. ഏതെങ്കിലും ഉണക്കഥ കേൾക്കാറില്ലേ? ഓടി ഓടുന്നു. നമ്മുടെ കഥയുടെ പേരാണ് ഓപ്പറേഷൻ പയമ്പരി. നാട്ടിലെ ചായക്കടക്കാരൻ കുമാരേട്ടൻ നല്ല ചൂടൻ പയമ്പരി ഉണ്ടാക്കുന്ന സമയം അതിന്റെ മണമടിച്ചപ്പോൾ തന്നെ അടുത്തുള്ള മരക്കൊമ്പിലിരുന്ന മരപ്പട്ടി സാബുവിന്റെ വായിൽ കപ്പലോടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പഴംപൊരി വെച്ചിരിക്കുന്നത് കടയുടെ ഉള്ളിലാണ്. ഒറ്റയ്ക്ക് പോയാൽ കുമാരേട്ടൻ അടിച്ചോടിക്കും. അപ്പോഴാണ് സാബുവിന്റെ കണ്ണ് താഴെ പതുങ്ങി പോകുന്ന തന്റെ ചങ്ക് ബ്രോ ഈനാപ്പേച്ചി കുട്ടപ്പന്റെ മേൽ പതിഞ്ഞത്. കുട്ടപ്പനാണെങ്കിൽ ആകെ ഡിപ്രഷനിലാണ്. എന്നെ ആർക്കും വേണ്ട, ഞാനൊരു ഭംഗിയില്ലാത്ത ജീവി എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് നടക്കുകയാണ്. സാബു മുകളിൽ നിന്നും വിളിച്ചു, അളിയോ കുട്ടപ്പോയി, ഒരു ഉഗ്രൻ പ്ലാൻ ഉണ്ട്. കുട്ടപ്പൻ മുകളിലേക്ക് നോക്കി. എന്ത് പ്ലാൻ? എനിക്കൊന്നും വയ്യ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. കൊള്ളും, നിന്നെ കൊണ്ടേ പറ്റൂ. നിന്റെ ഈ ഉരുണ്ട ബോഡിയാണ് നമ്മുടെ മെയിൻ. സാബു പറഞ്ഞു. പ്ലാൻ ഇതായിരുന്നു. സാബു മരത്തിന്റെ മുകളിൽ നിന്ന് കുമാരേട്ടന്റെ കടയുടെ ഓടിന്റെ മുകളിലേക്ക് ചാടും. അവിടെ നിന്ന് അവൻ കുട്ടപ്പനെ താഴേക്ക് തള്ളിയിടും. പന്ത് പോലെ ഉരുളുന്ന കുട്ടപ്പൻ നേരെ ചെന്ന് വീഴുന്നത് കടയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വലിയ തകരപ്പാട്ടിയിലായിരിക്കും. ടിമ്മി എന്ന വലിയ ശബ്ദം കേട്ടോ കുമാരേട്ടൻ പുറത്തേക്ക് ഓടി വരും. ആ തക്കത്തിന് സാബു അകത്ത് കയറി പഴംപൊരി റാഞ്ചു. അടിപൊളി ഐഡിയ. കുട്ടപ്പൻ ആവേശമായി പ്ലാൻ നടപ്പിലാക്കി. സാബു കുട്ടപ്പനെ ഓടിന്റെ മുകളിൽ നിന്ന് തള്ളി. കുട്ടപ്പൻ ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ടുരുണ്ട് വന്ന് ടോപ് ടിപ് ടേ ശബ്ദം കേട്ട് കുമാരേട്ടൻ മാത്രമല്ല ചായ കുടിക്കാൻ വന്ന സകലരും പുറത്തേക്ക് ഓടി. അയ്യോ, എന്തോ ഇടിവെട്ടി വീണല്ലോ. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ഈ സമയം സാബു അകത്ത് കയറി ഒരു പ്ലേറ്റ് പഴംപൊരിയും എടുത്ത് ഒറ്റയോട്ടം. കുറച്ച് കഴിഞ്ഞ് തകരപ്പാട്ടയിൽ നിന്ന് തല പുറത്തേക്കിട്ട് കുട്ടപ്പൻ ചോദിച്ചു, അളയാ പഴംപൊരി കിട്ടിയോ? ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു കാരണവർ തലയിൽ കൈവച്ച് പറഞ്ഞു, അപ്പൊ ഇതായിരുന്നല്ലേ പ്ലാൻ. കള്ളന്മാര് രണ്ടും കൂടി ഒപ്പിച്ച പണിയാ. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടും, അല്ലാതെ വേറെ ആരുമല്ല.